നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പീലിക്കോടിൽ ഉൽപ്പാദിപ്പിച്ച സങ്കരയിനം തെങ്ങിൻ തൈകൾ പരിമിതമായ എണ്ണത്തിൽ ഒരു റേഷൻ കാർഡിന് 10 എണ്ണം വീതം വിതരണം ചെയ്യുന്നു. അപേക്ഷകർ മെയ് മാസം 15 മുതൽ 25 വരെ 046722606332 എന്ന ഫോൺ നമ്പറിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയങ്ങളിൽ വിളിച്ച് തെങ്ങിൻ തൈകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. പരമാവധി 50 എണ്ണം വരെ. ആവശ്യമുള്ളവർ കൃഷിഭൂമി സംബന്ധിച്ച വിവരങ്ങൾ മുൻകൂട്ടി ബുക്കിംഗ് സമയത്ത് അറിയിക്കേണ്ടതാണ്. തൈകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ബുക്കിംഗ് പരിമിതപ്പെടുത്തുന്നതായിരിക്കും. ജൂൺ മാസം ആദ്യവാരം മുതൽ തൈകളുടെ വിതരണം ആരംഭിക്കും. ഒരു തെങ്ങിൻ തൈയുടെ വില 325 രൂപ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. താൽപ്പര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന ലിങ്കിൽ നിന്നും രജിസ്ട്രേഷൻ ഫോറം പൂരിപ്പിച്ച് സമർപ്പിക്കുക. രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി 2024 മെയ് 21. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2024 മെയ് 22. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 0487243856 0487243855 8547837256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക നിർദ്ദേശം. തെങ്ങ് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന നീർവാർച്ചയുള്ള സ്ഥലമാണ് തെങ്ങിൻ തൈ നടാൻ തിരഞ്ഞെടുക്കേണ്ടത്. ചാണകപ്പൊടിയും ചാരവും വളമായി ഉപയോഗിക്കുകയും ഉറച്ച മണ്ണുള്ള പ്രദേശങ്ങളിൽ ഉപ്പിടുന്നതും മണ്ണിന് അയവ് വരാനും വേരോട്ടം സുഗമമാക്കാനും സഹായിക്കും. വാഴ 50 സെന്റിമീറ്റർ നീളവും ആഴവും വീതിയുമുള്ള കുഴിയിലാണ് കന്നുകൾ നടേണ്ടത്. ഇഞ്ചി കിളച്ച് 25 സെന്റിമീറ്റർ ഉയരത്തിൽ തടമെടുക്കണം. തടത്തിൽ ചെറിയ കുഴികൾ എടുത്ത് ഇഞ്ചി നടണം. ചാണകപ്പൊടിയും കൂടെ വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം ഇട്ടാൽ കീടങ്ങളെ അകറ്റാം. ചേന 90 സെന്റിമീറ്റർ അകലത്തിൽ കുഴിയെടുത്ത് ചേന നടാം. കമ്പോസ്റ്റോ ചാണകപ്പൊടി വളമായി ഉപയോഗിക്കാവുന്നതാണ്. ചേമ്പ് 40 സെന്റിമീറ്റർ ചതുരത്തിൽ 20 സെന്റിമീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് കരിയിലയും ചാണകപ്പൊടിയും നിറച്ച് ചേമ്പ് നടാവുന്നതാണ്. കാച്ചിൽ നല്ല രൂപത്തിൽ വളരുന്നതിന് കുഴിയുടെ നടുക്കായി വാഴപ്പിണ്ടി നാട്ടി എല്ലുപൊടിയും ചാണകവും വേപ്പിൻ പിണ്ണാക്കും ചേർന്ന മിശ്രിതം ഇട്ട് കുഴി നിറച്ച് കാച്ചിൽ നടാവുന്നതാണ്. മഞ്ഞൾ വിത്തു നട്ട ശേഷം ഓരോ കുഴിയിലും ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ടുകൊടുക്കാവുന്നതാണ്. കപ്പ, കൂർക്ക, മധുരക്കിഴങ്ങ് ചാലുകീറി ചവറു നിറച്ച് മൂടിയ ശേഷം ഇവയുടെ തണ്ട് മുറിച്ചു നടാം. കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.